എന്തിനാ ഊട്ടിയെന്നറിയാം? ഇന്ന് നമ്മൾ കുറേ കാലം കൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പെട്രോൾ, ഡീസൽ എന്നൊക്കെ പറയുന്ന സംവിധാനത്തിലൂടെയാണ് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയൊരു ടെക്നോളജി വന്നു. ഇനി പച്ചവെള്ളം ഒഴിച്ചാണ്ടാണ് വണ്ടി ഓടുന്നത്. ഞാൻ എൻ്റെ കിണറിനകത്ത് വെച്ചിട്ട് പൊട്ടിയുടെ 6 എണ്ണം വെച്ച് പൊട്ടി. ഈ പൊട്ടിയിരിക്കുന്ന സാധനമാണ്. ഇതാണ് വെള്ളത്തിൻ്റെ വില. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഓക്സിജന് പൈസ കൊടുക്കണം, നിങ്ങൾ ശ്വാസം വിടുന്നതിനും നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിനും പൈസ കൊടുക്കണമെന്ന് നമ്മുടെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. ഇന്നത് പ്രാവർത്തികമാക്കുകയാണ്. കാരണം 1 ലിറ്റർ പെട്രോൾ അടിക്കുന്നതിന് പകരം 1 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ ഓടുന്ന വണ്ടി ടൊയോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ കഥയിലോട്ടൊന്ന് കയറിയാലോ? ഒരു കഥ ചൊല്ലട്ടുമാ. നമ്മുടെ കൊച്ചു പ്രായത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ്? നമുക്കൊരു ചെറിയ കളിപ്പാട്ടം കിട്ടുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രായത്തിന് ആനുപാതികമായിട്ട് നമുക്കൊരിക്കലും മാറാത്ത സ്വപ്നങ്ങളാണ് വാഹനങ്ങൾ. ആ വാഹനങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നു, നമ്മൾ ലോൺ എടുക്കുന്നു, വാഹനം വാങ്ങുന്നു. ഇതൊക്കെ വാങ്ങിച്ചിട്ട് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വീട്ടിൽ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് ഓരോരുത്തർ ബസ്സിൽ കയറി പോവുക, സ്കൂട്ടറിൽ കയറി പോവുക എന്നൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇതിനകത്തോട്ട് ഒഴിക്കേണ്ട സാധനമില്ലെന്നേ. ഈ സാധനത്തിന് 100, 120 രൂപ, 130 രൂപ വെച്ച് നമ്മൾ 1 ലിറ്ററിൽ കൊടുത്തോണ്ടിരിക്കും. ഇത് മൊത്തം മാറിക്കൊണ്ട് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാം എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ് ടൊയോട്ട കണ്ടുപിടിച്ചിരിക്കുന്നത്. വെള്ളം ഒഴിക്കുക, വണ്ടി ഓടിക്കുക. സാധാരണക്കാരൻ പറയും 2 ദിവസം മുമ്പ് പറഞ്ഞു ഇവൻ മറ്റേ സാധനമാണ്, പുകയാണ്. ഇതൊന്നും അല്ലെന്നേ, വളരെ സിമ്പിളായിട്ട് പറയുന്നൊരു കാര്യമാണ്. നമ്മൾ കാണിച്ചു തരാം. വെള്ളം എടുക്കുക, വെള്ളത്തിനകത്തൂടെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ ഇങ്ങനെ ചെയ്യുന്നു. ഇത് തന്നെ ഹൈഡ്രജൻ റിലീസാവുന്നു. ആ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 2 പെൻസിൽ എടുക്കുകയാണ്. ഒരു പെൻസിൽ എടുക്കുന്നു, നമ്മൾ ഇതിൻ്റെ സൈഡിൽ ചെത്തുന്നു, 2 സൈഡും ഇങ്ങനെ ചെത്തി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ചെറുതായിട്ട് ഈ സാധനത്തിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു. ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ഇത് 2 താത്ത് വെച്ചു. അതിനുശേഷം 2 പവർ കണക്ട് ചെയ്തു. ഇതിൻ്റെ കണ്ടക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം ഈ പവർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കുന്നില്ല. ഇതിനകത്തൊന്ന് H2O എന്ന് പറയുന്നതിന് ഹൈഡ്രജൻ റിലീസായി. ഈ ഹൈഡ്രജനെ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്? ടൊയോട്ട പറയുന്ന ഹൈഡ്രജനെ റിലീസ് ചെയ്ത് അതിനെ ഒരു എനർജിയാക്കി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് വളരെ സിമ്പിളായ കാര്യമാണ്. നമ്മൾ ഈ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. H2O എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കയ്യിൽ അടി വാങ്ങിച്ചിട്ടുള്ള സാധനമാണ്. H2O എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത് പോലെ 2 ഗ്രാഫൈറ്റ് റോഡുകളോ അല്ലെ 2 കാർബൺ റോഡുകളോ ഒക്കെ ഇതിനകത്തോട്ട് ഒരു ചെറിയ ബീക്കർ എടുത്തിട്ട് ഇതിനകത്തോട്ട് നമ്മൾ 2 റോഡുകൾ ഇട്ട് കൊടുത്തു. ഇതിനകത്ത് നമ്മളൊരു കണ്ടക്ടിവിറ്റിക്ക് വേണ്ടി സ്വല്പം ഉപ്പൂട് ഇട്ട് കൊടുത്തു. ഇതിനകത്ത് നമ്മളൊരു ചെറിയൊരു ബാറ്ററി പവർ കൊടുത്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വെള്ളത്തിൽ നിന്നും ഇവിടെ ഹൈഡ്രജനും ഇവിടെ ഓക്സിജനും, നെഗറ്റീവ് പോസിറ്റീവ് എന്ന് 2 റോഡിൽ നിന്നും നെഗറ്റീവ് പോസിറ്റീവ് നിന്നും ഹൈഡ്രജനും ഓക്സിജൻ റിലീസ് ആവുന്നു. ഇത് കേട്ടാൽ തോന്നും ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഞാനിപ്പോൾ ഇത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ വീട്ടിൽ ചെല്ലുക, ഇതേപോലെ ഒരു ബീക്കർ എടുക്കുക, 2 ബാറ്ററിയുടെ പഴയ 2 ബാറ്ററി എടുക്കുക, തല്ലിപ്പിടിക്കുക, ഇത് വെള്ളത്തിലോട്ട് ഇടുക, ഇതിൻ്റെ മേളിൽ 2 കണക്ഷൻ കൊടുക്കുക. ഇത് കഴിയുമ്പോൾ ഇതിനകത്ത് കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ഹൈഡ്രജനും ഓക്സിജനും റിലീസ് ആവും. ഇത്ര മാത്രമേ ഉള്ളൂ. ഹൈഡ്രജനെ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. ഈ സംവിധാനത്തിൽ അതൊന്നുമില്ല. വെറുതെ വെള്ളത്തിനകത്തുനിന്ന് ആ സമയത്ത് സ്റ്റോറേജ് എന്ന് പറയുന്നൊരു സംവിധാനം പോലും ഇല്ല. വെള്ളത്തിനകത്തുനിന്ന് ഇതിനകത്തുനിന്നൊരു പവർ കൊടുക്കുന്നു. അതിൽ നിന്നുണ്ടാവുന്ന ഹൈഡ്രജനെ ഡയറക്റ്റായിട്ട് എഞ്ചിനിലേക്ക് പോകുന്നു. അവിടെ വെച്ചൊരു കമ്പസ്റ്റൈൻ നടക്കുന്നു. CC80 എന്ന് പറയുന്ന സമയത്ത് കമ്പസ്റ്റൈൻ നടക്കുന്നു. അത് പ്രകാരം ഇത് നടക്കും. 1990 അലൻസി മേയർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇതൊക്കെ കണ്ടുപിടിച്ചതാണ്. സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങൾ, ഞാൻ പറഞ്ഞ യൂറോപ്പ്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളല്ല, UAE പോലുള്ള രാജ്യം, UAEയിലുള്ള ഗ്രൂപ്പിലുള്ള രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. അവർ കുഴിച്ചെടുക്കുന്ന പെട്രോളിനെ വിറ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വെറുതെ കുഴിച്ചെടുക്കുന്നു. ആ പെട്രോൾ വിറ്റ് വലിയ സംവിധാനത്തിലാവുന്ന രാജ്യങ്ങളെല്ലാം മൂക്ക് കുത്താൻ പോവുകയാണെന്നേ. അപ്പോൾ ഒരു കാരണവശാലും അവരെന്ത് ചെയ്യത്തില്ല, ഇതിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കരുത്. ഈ അലൻസി മേയർ ഇങ്ങനൊരു സംഭവം 1990 ഇങ്ങനൊരു സംഭവം കണ്ടുപിടിച്ചതിന് ശേഷം അയാളുടെ ദുരൂഹ മരണമാണ്. അയാളുടെ ദുരൂഹ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലാബ്, അയാളുടെ വീട്, മുഴുവൻ കാര്യങ്ങളും കത്തി പോകുന്നൊരു സംവിധാനം ഉണ്ടായി. ഇയാളുടെ പേറ്റന്റിന് വേണ്ടി 2 അജ്ഞാതരായ 2 ആൾക്കാർ വന്ന്, ഇതൊരു കഥയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, ഇതിനൊക്കെ ഒതൻറ്റിസിറ്റി ഉള്ള കാര്യങ്ങളാണ്. അവർ വന്നു, 2 പേര് വരുന്നു, ഇയാളുടെ പേറ്റന്റ് വാങ്ങിക്കുന്നു. അതിനുശേഷം അമേരിക്കൻ കോടതിയിലേക്ക് ഇവർ കൊടുക്കുന്നു. ഇത് പ്രാക്ടിക്കലി നടക്കത്തില്ല എന്ന് പറയുന്നു. അതിനുശേഷം അയാൾ ആത്മഹത്യ ചെയ്യുന്നു. ദുരൂഹമായ മരണമാണെന്ന് അവരുടെ വീട്ടുകാർ പറയുന്നു. മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്കകത്ത് പറയും, ഒരു സത്യം
കുറേ നാൾ മൂടി വെക്കാൻ പറ്റും, എന്നായാലും ആ സത്യം മറന്നേക്ക് പുറത്ത് വരുമെന്ന്. ഇന്ന് ടൊയോട്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഇൻ്റർനാഷണൽ കമ്പനി ഇതേ സംവിധാനമായിട്ട് വീണ്ടും തിരിച്ചു വരുന്നു. ഇവിടെ ഇത് എനിക്ക് തന്നെ വിശ്വാസമില്ല, ഒരിക്കലും ഇത് പ്രാക്ടിക്കലി ഇത് ചെയ്യാൻ അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇൻ്റർനാഷണൽ ലെവലിലുള്ള പെട്രോളിയം കമ്പനികൾ ലോകത്തിലെ മുഴുവൻ സമ്പദ് വ്യവസ്ഥകളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കമ്പനികളൊന്നും ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതൊക്കെ ചെയ്താൽ നാളെ രാവിലെ നമ്മുടെ വീട്ടിൽ തെങ്ങ നടത്താൻ വരുന്നവൻ പറയുന്നത് വരുന്നു, വണ്ടി ഒന്ന് മാറ്റിയിടും, അങ്ങോട്ട് കയറ്റിയിടുന്നു. എന്താണ് സംഭവം? ഞാൻ വന്നേക്കുന്നതാണ്, ഇവനും വന്നേക്കുന്നത് ടെസ്റ്റല്ല വന്നേക്കുന്നത് ഏത്. അപ്പോൾ ഇയാളെ കൊണ്ട് മാറ്റിയിട്ടുണ്ട് കൊടുക്കണം. ഇപ്പം ഞാനിതിപ്പോൾ പറയുമ്പോൾ ഒരു തമാശയായിട്ട് പറയുന്നെങ്കിലും ടു ബി വെരി സീരിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, ലോകരാഷ്ട്രങ്ങളിൽ ഒരു കാരണവശാലും ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഒരു വ്യക്തിഗതമായ രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സംവിധാനത്തിലൊന്നും ഇത് നടക്കാൻ പോകുന്നില്ല. ഇത് നടക്കുമെന്ന് പോലും അറിയത്തില്ല. ടെക്നോളജി ഞാൻ എന്താണെന്ന് പറഞ്ഞു, ഇത് നടക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ ടെക്നോളജി എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. ഹൈഡ്രജൻ ഇത് പറയുന്നതിൻ്റെ കൊണ്ട് ഭയങ്കര ഹൈഡ്രജൻ ഇങ്ങനെ എടുത്തു മറ്റേ ആറ്റോമിക് മോളിക്യൂൾ ഇതൊന്നും ഇല്ലെന്നേ, ഒന്നുമില്ല. വെറുതെ കുറേ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിനകത്തൊന്ന് ഈ സാധനം ഹൈഡ്രജൻ റിലീസ് ചെയ്യുക, ആ റിലീസ് ചെയ്യുന്ന ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. സിമ്പിൾ ലോജിക്. ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അലൻസിമാരുടെ അവസ്ഥ എന്തായിരുന്നു? ഇടയ്ക്ക് വെച്ചൊരു രാമർ വന്നായിരുന്നു, അതെന്തോ സംഭവം ശരിയാണോ തെറ്റാണോ നമുക്കറിയത്തില്ല. ഈ പറഞ്ഞതുപോലുള്ള സംവിധാനങ്ങൾ നടക്കുകയാണെങ്കിൽ മൈ ഡിയർ ബ്രദർ, നമ്മളെല്ലാവരും ഇതുവഴി നമുക്ക് ഇഷ്ടമുള്ള വണ്ടിക്കകത്താണ്. നമ്മൾ വണ്ടി വാങ്ങിക്കാത്ത നിങ്ങളുടെ കയ്യിലും എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നില്ല, 1 രൂപ കൊടുത്താൽ മതി, മാസം അതിൻ്റെ പൈസ അടച്ചാൽ മതി. നമ്മൾ വണ്ടി വാങ്ങിക്കാത്തത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഫ്യൂവൽ എക്സ്പെൻസ് കൊണ്ടാണ്. പിന്നെ ഒരു കുഴപ്പമുണ്ട്, എന്തെന്നറിയാം, നാളെ രാവിലെ എഴുതുമ്പോൾ അമ്മ 1 ഗ്ലാസ് വെള്ളം തരുമോ എന്ന് വെച്ചിട്ട് ഇറങ്ങാൻ വെളിയിൽ എന്ന് പറയും. 1 ഗ്ലാസ് വെള്ളം ഒരുത്തിന് കൊടുക്കത്തില്ല. കാരണം എന്താ? 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ 20 കിലോമീറ്റർ വണ്ടി ഓടുവന്നേ. നമ്മുടെ മണി ഇൻഫ്ലേഷനെ ഒക്കെ ബാധിക്കുന്നത്, മണി ഇൻഫ്ലേഷൻ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ മുഴുവനും ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇമ്പോർട്ടിങ് സിസ്റ്റമാണ്. ഏതാ? എനർജി ഇനി നമ്മുടെ വീട്ടിൽ, നമ്മുടെ മുറ്റത്ത് കിടക്കുന്നത്, അവിടെ എണ്ണക്കിണറിനകത്ത് 100 കിലോമീറ്റർ കുഴിക്കുമ്പോഴാണ് നമ്മുടെ മുറ്റത്ത് കിടക്കുക കിണറ്, നമ്മുടെ തോട്ടിൽ കിടക്കുക സാധനം. അപ്പോൾ എന്തായാലും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തവും ഇത് എക്സിക്യൂട്ട് ചെയ്ത ഒരു വിശ്വാസവും എനിക്കില്ല ഇത് നടക്കുമെന്ന്. പിന്നെ നിങ്ങൾ ഈ പറയുന്നതിൻ്റെ കൂട്ട് ഇതൊക്കെ നടക്കുമില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് താഴെ ഇടുന്നത്. ഓക്കെ.